ഹലോ, വെൽക്കം ടു എസ്സാസ് വേൾഡ്. ഇന്നത്തെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒട്ടുമിക്ക പേരും നമ്മളെ കുടുംബക്കാർക്കൊക്കെ വേണ്ടിയിട്ട് ബീഫ് അച്ചാർ, അതേപോലത്തെ മീൻ അച്ചാർ, മാങ്ങ അച്ചാർ, ബീഫ് വരട്ടിയത്, ചിക്കൻ പൊരിച്ചത് അങ്ങനെയൊക്കെ കൊടുത്തയക്കുന്നവരാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞ അതേപോലത്തെ ഒരു റെസിപ്പിയുടെ ഐറ്റമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് വരട്ടിയതാണ്. ദുബായിലോട്ട് അയക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്തയക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. സോ വെൽക്കം ബാക്ക് അഗെയിൻ. ഇന്ന് ഇവിടെ 3 കിലോ ബീഫ് കൊണ്ടാണ് നമ്മൾ ബീഫ് വരട്ടുന്നത്. എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം മല്ലിപ്പൊടി നന്നായി വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ തീയിലിട്ടിട്ട് വേണം മല്ലിപ്പൊടി നന്നായി വറുക്കാൻ വേണ്ടിയിട്ട്. ഇത് വീട്ടിൽ തന്നെ പൊടിപ്പിച്ചെടുത്തിട്ടുള്ള മല്ലിപ്പൊടിയാണ്. ഇനി അതിലോട്ട് മുളക് പൊടി കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ മല്ലിപ്പൊടിയിലോട്ട് കുറച്ച് മാത്രമാണ് മുളക് പൊടി ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് കുരുമുളക് പൊടി അതേപോലെ തന്നെ പച്ചമുളകൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ കുറച്ച് മാത്രം മുളക് പൊടി ചേർത്താൽ മതി. ഈ ടൈമിൽ കരിയാണ്ട് തന്നെ മല്ലിപ്പൊടി വറുത്തെടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഏകദേശം വറുത്ത് കഴിഞ്ഞാൽ നല്ല മണം അതേപോലെ തന്നെ കളർ ചേഞ്ചൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് തീ ഓഫാക്കി ഇടാം. ഇനി നമുക്ക് ബീഫൊക്കെ നന്നായി കഴുകി എടുത്തിട്ട് ഊറ്റി വെക്കണം. വെള്ളമൊക്കെ വാർന്നിട്ട് വേണം നമ്മൾ ഈ മസാലപ്പൊടി എല്ലാം കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാനുണ്ട്. അപ്പോൾ കഴുകി വെച്ചിട്ടുള്ള ബീഫിലോട്ട് വറുത്ത മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അടുത്തത് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. പച്ചമുളകും അതേപോലെ തന്നെ മുളക് പൊടിയുടെ എമൗണ്ടൊക്കെ കുറച്ചിട്ട് കുരുമുളക് പൊടി കൂടുതൽ ചേർക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇനി അതിലോട്ട് കുറച്ച് വെളുത്തുള്ളി നടു കീറിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ്. ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ചിക്കൻ ക്യൂബ്സ് ആണ്, അല്ലെങ്കിൽ ബീഫ് ക്യൂബ്സ് ആഡ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ചേർത്താലും മതി. പിന്നെ അതേപോലെ തന്നെ കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് ചേർക്കാനുള്ളത് ഇഞ്ചി, വെളുത്തുള്ളി, ഉണക്കമുളകും വലിയ ജീരകവും കൂടിയിട്ട് നന്നായി ഒന്ന് ചതച്ചെടുത്തിട്ട് വേണം അതിലോട്ട് ചേർക്കാൻ. ചതച്ച് വെച്ചിട്ടുള്ള ഐറ്റംസും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലോട്ട് ചേർക്കുന്നത് 2 സവാളയാണ്, അതേപോലെ തന്നെ ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചിലർ മാത്രമാണ് ഉള്ളിയും തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാറുള്ളൂ. ഇവിടെ ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ മിക്സ് ചെയ്യുക. അതേപോലെ തന്നെ ഉപ്പും കൂടി ചേർക്കാൻ മറക്കരുത്. ഈ ഒരു ടൈമിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും മസാലപ്പൊടികളൊക്കെ ചേർന്ന രീതിയിൽ വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. മഞ്ഞൾപ്പൊടി ചേർക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവസാന ടൈമിലാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായി തന്നെ ഇളക്കി കൊടുക്കണം. ഈ ഒരു മിക്സിയിൽ വേണം മസാല ഒക്കെ നന്നായി ബീഫിൽ നന്നായി പെറ്റി പിടിച്ചിരിക്കണം. ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത്യാവശ്യം തന്നെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വേണമെന്നുള്ളവർക്ക് ഈ ഒരു ടൈമിൽ തന്നെ ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ്. ഞാൻ ഇവിടെ റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല, നേരെ കുക്കറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇവിടെ 10 ലിറ്ററിൻ്റെ കുക്കറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 10 ലിറ്ററിൻ്റെ കുക്കറിൽ ഇട്ട് വെക്കുമ്പോൾ തന്നെ അതിന് 1/4 ഭാഗം ബീഫ് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലോട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് വേണമെന്നുള്ളവർക്ക് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലാണ്ട് തന്നെ ബീഫിൽ നിന്ന് നന്നായിട്ട് തന്നെ വെള്ളം വരും. പിന്നെ ഇതെല്ലാം കൂടി നമുക്ക് വെറ്റിച്ചെടുക്കാനും കൂടി ഉണ്ട്. അപ്പോൾ കുറച്ച് പണിപ്പെടും. വെറ്റിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ആരും തന്നെ അധികം വെള്ളം ഒഴിക്കണ്ട. ഈ ടൈമിൽ കുക്കർ അടച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. 2 വിസിൽ മാത്രം വന്നാൽ മതി. അതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. ബീഫ് കുക്കാവുന്ന ടൈമിൽ നമുക്ക് കുറച്ച് ഐറ്റംസും കൂടി അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ട്. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വെളുത്തുള്ളി അത്യാവശ്യം വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ കറിവേപ്പില അതേപോലെ തന്നെ പച്ചമുളക് നടു കീറിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇതെല്ലാം നമുക്ക് വറുത്ത് കോരിയെടുക്കാനുള്ള ഐറ്റംസാണ്. ബീഫ് വെട്ടുന്നതിലേക്ക് കുറച്ച് പച്ച കുരുമുളകും കൂടി ചേർത്ത് കൊടുത്ത് അടിപൊളി ടേസ്റ്റാണ്. വീട്ടിൽ അത്യാവശ്യത്തിന് കുറച്ച് കുരുമുളക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പച്ച കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇതിവിടെ വീട്ടിലുണ്ടായതുകൊണ്ട് ഇത് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
അതേപോലെ തന്നെ പറമ്പിലുണ്ടായിട്ടുള്ള നല്ല പച്ച കറിവേപ്പിലയും കൂടി പൊട്ടിച്ചെടുക്കുന്നുണ്ട്. നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഐറ്റംസൊക്കെ ചേർത്ത് കൊടുത്താൽ ഒരു അടിപൊളി ടേസ്റ്റാണ്. അതേപോലെ തന്നെ ചീനമുളക് കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലക്ക് പകരം ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു ടൈപ്പുള്ള നീളൻ ഇലയാണ് ചേർത്ത് കൊടുക്കുന്നത്, വീട്ടിലുണ്ടായിട്ടുള്ളതാണ്. രണ്ട് വിസിലടിച്ചതിന് ശേഷം കുക്കർ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആവിയൊക്കെ പോയതിന് ശേഷമാണ് കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അധികം വെള്ളം ഒഴിക്കാണ്ട് തന്നെ അത്യാവശ്യം തന്നെ വെള്ളം ഊർന്നു വന്നിട്ടുണ്ട്. ഈ 2 വിസിലിൽ ബീഫ് ഒരു 75% കുക്കായി വന്നിട്ടുണ്ടായിരുന്നു. ഓരോന്നിൻ്റെയും വേവ് പല ബീഫിനനുസരിച്ചിരിക്കും. ഇത് 2 വിസിലിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് ബീഫ് വരട്ടാനാണ് പോകുന്നത്. അതാണ് ഏറ്റവും ടഫ് ടാസ്ക്. ബീഫ് വരട്ടുന്നത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടാണ്. ഏകദേശം 1.5 മണിക്കൂർ എടുത്തിട്ടുണ്ടായിരുന്നു ബീഫ് നന്നായി ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. ബീഫ് വെട്ടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വലിയൊരു പാത്രം തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതിലോട്ട് നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ, വീട്ടിലുണ്ടാക്കിയിട്ടുള്ള വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇത് വറുത്ത് കോരിയെടുക്കാനുള്ള ഐറ്റംസാണ്. കറിവേപ്പിലയും പച്ചമുളകൊക്കെ നന്നായി ഫ്രൈ ആയി കഴിഞ്ഞാൽ അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ആ ഒരു സെയിം വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി അതേപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ചെറിയ തീയിൽ വേണം ചെറിയുള്ളി അതേപോലെ തന്നെ വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കേണ്ടത്. ഇനി ഇതിലോട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു പാത്രത്തിലോട്ട് ബീഫ് മാത്രമല്ല അതിൻ്റെ ഗ്രേവിയും കൂടി ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഉപ്പൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് അതേപോലെ തന്നെ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു ടൈമിൽ. എനിക്ക് ഈ ഒരു ടൈമിൽ കുറച്ച് എരിവ് കുറവുള്ളത് തോന്നിയതുകൊണ്ട് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ടൈം എടുക്കും ഇതൊന്ന് വെറ്റി വരാൻ വേണ്ടിയിട്ട്. ബീഫ് ഗൾഫിലോട്ട് കൊടുത്തയക്കാൻ ഉള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ റോസ്റ്റായി കിട്ടണം. ഗ്രേവി ഒന്നും ഇതിൽ ഉണ്ടാവാൻ പാടില്ല. കുറച്ച് ബുദ്ധിമുട്ടാണ് നന്നായിട്ട് റോസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ അടുപ്പത്ത് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. 3/4 മണിക്കൂറിന് ശേഷം ബീഫ് കുറച്ച് വെള്ളമൊക്കെ വെറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിലാണ് ഞാൻ പച്ചക്കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല മണമാണ് ഈ ഒരു ടൈമിൽ വരുന്നത്. എല്ലാവരും തന്നെ ഈ ഒരു രീതിയിൽ ബീഫ് വരട്ടിയത് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം കമൻസിലൂടെ പറയാൻ മറക്കരുത്. ഇതിലോട്ട് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുത്ത തേങ്ങാക്കൊത്തൊന്നല്ല ചേർത്ത് കൊടുത്തുള്ള സാധാ തേങ്ങ ചെറിയ പീസായി കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1.5 മണിക്കൂറിന് ശേഷം ബീഫിലത്തെ വെള്ളമൊക്കെ നന്നായി വെറ്റി വന്നിട്ടുണ്ട്. അപ്പം ഇനി അവസാനമായിട്ട് കുറച്ചും കൂടിയും കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കറിവേപ്പിലയും അതേപോലെ തന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഈ ഒരു ടൈമിൽ തന്നെ.
എത്രത്തോളം കുരുമുളക് പൊടി അതേപോലെ തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ടോ അത്രത്തോളം ടേസ്റ്റാണ്. നമ്മളിവിടെ കറിവേപ്പില അതേപോലെ തന്നെ പച്ചമുളകും ഫ്രൈ ചെയ്യാൻ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രൈ ചെയ്തിട്ടുള്ള ഐറ്റംസ് അതേപോലത്തെ ആ ഒരു പച്ചപ്പിൽ തന്നെ കിടക്കുന്നുണ്ടാവും ഈ ഒരു ബീഫ് റോസ്റ്റിൽ. കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഈ പച്ചമുളക് അതേപോലെ തന്നെ കറിവേപ്പില ഫ്രൈ ചെയ്തിട്ട് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ബീഫ് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും തന്നെ ഒരു തവണയെങ്കിലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കണം. ബീഫ് ചൂടാറിയതിന് ശേഷമാണ് പാക്ക് ചെയ്തിട്ടുള്ളത്. ഇതിന് ശേഷം ഫ്രീസ് ആക്കിയതിന് ശേഷമാണ് ഗൾഫിലോട്ട് കൊടുത്തയക്കുന്നത്. ഇന്നത്തെ ഐറ്റം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റ, ബൈ.